നമസ്കാരം കൂട്ടുകാരെ. അന്ന് അറബിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ മാങ്ങ കുറേ കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് അച്ചാറിടാന്ന് കരുതി നല്ലെണ്ണയൊക്കെ പോയി വാങ്ങിച്ചു വന്ന് സെറ്റായി ഫുൾ മാങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ച് വെച്ച് അച്ചാറിന് വേണ്ടി മുറിക്കാം കേട്ടോ. മുറിച്ച് വീണ് ട്വിസ്റ്റ്. സംഭവം കാണാൻ നല്ല അടിപൊളി മാങ്ങ കേട്ടോ. പക്ഷെ മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മുടെ നാട്ടിലെ പേരയ്ക്ക മാങ്ങ എന്നൊക്കെ പറയില്ലേ, പുളിയൊന്നുമില്ലാത്ത ആ സംഭവമാണ്. ഇത് തീരെ പുളി ഉണ്ടായില്ല. പക്ഷെ പഴുത്ത് കഴിഞ്ഞാണല്ലോ ഇതിൻ്റെ അത്ര ടേസ്റ്റുള്ള മാങ്ങ നമ്മുടെ നാട്ടിലുണ്ടാവില്ല. അമ്മാതിരി ടേസ്റ്റ്. ഇത് ഇരുന്ന് 2-3 പഴുത്തിരുന്നു. ഭയങ്കര ടേസ്റ്റ്. നമ്മൾ നാട്ടിൽ മഴക്കാലമൊക്കെ വരുമ്പോൾ മാവിൽ നിന്ന് ചാടണ മാങ്ങ, ചപ്പി കിട്ടുന്ന മാങ്ങ ഉണ്ടല്ലോ, എനിക്ക് ആ ടൈപ്പ് മാങ്ങയെന്ന് പറഞ്ഞു. അട്ടാറും മധുരം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, എന്തായാലും 2-3 മാങ്ങ മുറിച്ചാൽ എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് തിരുമ്മിയിട്ട് കുറേ ഇത് കഴിച്ചു. എന്നാലും ഉണ്ടാക്കിയതല്ലേ, ഇനിയിപ്പോൾ സംഭവം കുഴപ്പമില്ലായിരുന്നു. എന്താ ചെയ്യുക, അച്ചാറെന്നുള്ള മോഹം മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ ഒരു 5-6 പീസ് മാങ്ങ ഇതുപോലെ അരിഞ്ഞ് കഴിച്ചു വിട്ടാം. ഭയങ്കര ടേസ്റ്റ്. കാരണം ഈ പേരയ്ക്ക മാങ്ങയെന്ന് തോന്നുന്നു, നമ്മുടെ നാട്ടിലല്ലേ പുളിയൊന്നുമില്ലാത്ത മാങ്ങ, പേരയ്ക്ക മാങ്ങ പോലത്തെ അട്ടാറ് ടേസ്റ്റ് ഇങ്ങനെ കഴിച്ചപ്പോൾ. ബാക്കി 3-4 മാങ്ങ ഞാൻ ഉപ്പിലിട്ട് വച്ചിട്ടുണ്ട്. എന്താ ഇതിൻ്റെ അവസ്ഥ എന്ന് അറിയില്ല കേട്ടോ. കുറച്ച് കൂടുതൽ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് ഉപ്പിലിട്ട് വച്ചിട്ടുണ്ട്.